My precious brothers and sisters, I'm so happy to see you all through this program and greet each and every one of you in the name of our Lord and Savior Jesus Christ. എൻ്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, ഈ പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. Today we are going to see a promise verse which was given to Abraham. അബ്രഹാമിന് ലഭിച്ച ഒരു വാഗ്ദാന വചനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. Lord God Almighty spoke to Abraham. അത്യുന്നതനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. He had no children. അവന് മക്കളില്ലായിരുന്നു. He was becoming older and older. അവൻ വൃദ്ധനായിക്കൊണ്ടേയിരുന്നു. But there was no sign of getting a child. ഒരു കുഞ്ഞുണ്ടാകുമെന്ന സൂചനയേ ഇല്ല. At that time, ആ സമയത്ത് how God blessed Abraham, ദൈവം അബ്രഹാമിനെ എങ്ങനെ അനുഗ്രഹിച്ചു, what promise he gave to him, അവന് കൊടുത്ത വാഗ്ദത്തം എന്താണ്, and how we can also receive the same blessing. ഇതേ അനുഗ്രഹം നമുക്ക് എങ്ങനെ ലഭിക്കും. These are the things we are going to meditate right now. ഇവയെക്കുറിച്ചെല്ലാം നാം ഇപ്പോൾ Abraham ധ്യാനിക്കുന്നു. and Sarah were childless, അബ്രഹാമിനും സാറായിക്കും മക്കളില്ലായിരുന്നു. and they were nearing 100. അവർ 100 വയസ്സിനോട് അടുത്തിരുന്നു. 100 years old. 100 വയസ്സ് പ്രായം. But in the midst of that time, അങ്ങനെയുള്ള ആ സമയത്തിന്റെ മധ്യത്തിലും as usual, പതിവ് പോലെ Abraham looked to God അബ്രഹാം ദൈവത്തെ നോക്കി. because he had believed that God can do miracle. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് അവൻ God വിശ്വസിച്ചു. can do miracle. ദൈവം അത്ഭുതം ചെയ്യും. First of all, my precious brothers and sisters, ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ടവരെ, if you want to receive a blessing from the Lord, ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ look to him. അവങ്കിലേക്ക് നോക്കുക. My God, എൻ്റെ ദൈവം, my God എൻ്റെ ദൈവം can supply all my needs. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരും. Read Philippians 4:19. ഫിലിപ്പിയ 4:19 വായിക്കൂ. It says so. ഇങ്ങനെ പറയുന്നു, My God can supply all my needs. എൻ്റെ ജീവിതം നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കും. That was the hope of Abraham. അതായിരുന്നു പ്രത്യാശ. Abraham and Sarah had no children for many years. അബ്രഹാമിനും സാറായിക്കും വർഷങ്ങളോളം മക്കളില്ലായിരുന്നു. And a time came when Sarah could not get a child, could not conceive a child. സാറായിക്ക് ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. For the women folk, only a short time, only a appointed time they can conceive the children. Otherwise, after that, they cannot conceive. സ്ത്രീകൾക്കൊരു പ്രായപരിധി കഴിഞ്ഞാൽ പിന്നെ ഗർഭവതിയാകാൻ പ്രയാസമാണ്. That was the stage of Sarah also. അതായിരുന്നു സാറായിയുടെ അവസ്ഥയും. But what did they do that time? എന്നാൽ അവൾ എന്തു ചെയ്തു? They claimed a beautiful promise from the word of God. വാഗ്ദാന വചനത്തെ അവകാശമായി ചോദിച്ചുകൊണ്ടേയിരുന്നു. If you read Genesis chapter 17 verse 5, ഉൽപ്പത്തി 17:5 വായിക്കുമ്പോൾ God said one promise was. ദൈവം അവർക്ക് ഒരു ദൈവീക വാഗ്ദത്തം What was that കൊടുത്തു. promise? എന്തായിരുന്നു ആ വാഗ്ദത്തം? I have made you, Abraham, a father of many nations. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തിരിക്കുന്നു. I have made you, Abraham, a father of many nations. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. That time he had no children. ആ സമയത്ത് അവർക്ക് മക്കളില്ല. But now he is coming closer to 100 years old. അവൻ 100 വയസ്സ് പ്രായത്തിനോട് അടുത്തിരിക്കുന്നു. 100-year-old man. 100 വയസ്സുള്ള ഒരു വൃദ്ധൻ. And he says, അവൻ I പറയുന്നു, still believe. ഞാൻ I വിശ്വസിക്കുന്നു. still believe. ഞാൻ ഇപ്പോഴും God can വിശ്വസിക്കുന്നു. do a miracle. ദൈവം അത്ഭുതം God ചെയ്യും. can do a miracle. ദൈവം അത്ഭുതം ചെയ്യും. Because I believe that my God, who gives life to the dead and calls those things which do not exist as though they did. എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും ആകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. My brother, my sister, you also say the same thing. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഇത് തന്നെ പറയണം. I don't have a child. എനിക്ക് മക്കളില്ല. Myself and my wife is becoming older and older. എനിക്കും ഭാര്യയ്ക്കും പ്രായമേറുന്നു. After some time, we cannot receive a child. കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മക്കളെ According ലഭിക്കുകയില്ല. to medical science, വൈദ്യശാസ്ത്ര പ്രകാരം I don't have a job. എനിക്ക് ജോലിയില്ല. All my people are looking into me. എല്ലാവരും എന്നെ ഉറ്റുനോക്കുന്നു. Oh, so many problems we are facing in our lives, isn't it? വിവിധമായ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നല്ലേ? But as Abraham believed, എന്നാൽ അബ്രഹാം വിശ്വസിച്ചതുപോലെ you can also believe the same promise. നീയും അതേ വാഗ്ദാനത്തിൽ വിശ്വസിക്കൂ. God calls those things which do not exist as though they did. ദൈവം ഇല്ലാത്തതിനെയെല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു. Even now, my precious brothers and sisters and my children, എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ, നിങ്ങൾ ഇപ്പോഴും പറയുന്നുവോ? you say, I don't have a job. എനിക്ക് ജോലിയില്ല. I don't have a child. മക്കളില്ല. I'm also getting older. ഞാൻ വൃദ്ധനായി. But the Lord says, എന്നാൽ ദൈവം പറയുന്നു, no, my son. ഇല്ല മകനെ, No, my daughter. ഇല്ല മകളെ, He is there.
അവനുണ്ട്. Your son is there. നിന്റെ മകനുണ്ട്. In the womb of your wife. നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ. Your job is ready. നിനക്ക് ജോലി ശരിയായിരിക്കുന്നു. And you are getting healed from the wretched disease you are facing. നിന്നെ അലട്ടുന്ന രോഗത്തിൽ നിന്നും സൗഖ്യമായിരിക്കുന്നു. Yes, he says, it is there, it is there, it is there. അതേ, അവൻ പറയുന്നു, അവിടെയുണ്ട്, അവിടെയുണ്ട്. Don't say it is not there, it is not there. അവിടെയില്ല, അവിടെയില്ല എന്ന് നീ പറയരുത്. Just like Abraham, you believe. അബ്രഹാം വിശ്വസിച്ചതുപോലെ Tell the Lord. കർത്താവിനോട് പറയൂ, Thank you, Lord. നന്ദി കർത്താവേ, Thank you, Lord. നന്ദി I കർത്താവേ, know you will supply all my needs എന്റെ എല്ലാ ആവശ്യങ്ങളും നീ in a നൽകും miraculous way. അത്ഭുതകരമായി. And as Abraham believed, അബ്രഹാം you വിശ്വസിച്ചതുപോലെ also believe. നീയും വിശ്വസിക്കൂ. They had no child. അവർക്ക് മക്കളില്ലായിരുന്നു. She cannot conceive. അവൾക്ക് ഗർഭം ധരിക്കാൻ പറ്റി. See, if you read Romans റോമർ 4:20, 4:20 it വാക്യം says, ഇങ്ങനെ പറയുന്നു, Abraham didn't waver at the promise of God through unbelief, but was strengthened in faith, giving glory to God. ദൈവത്തിന്റെ വാഗ്ദാനത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. Both of them. Sarah said, He is my Lord. രണ്ടുപേരും. സാറാ പറഞ്ഞു, നീ എന്റെ കർത്താവ്. My husband is my Lord. എന്റെ ഭർത്താവ് എനിക്ക് കർത്താവ്. Whatever he believes, അവൻ എന്ത് വിശ്വസിക്കുന്നുവോ I will also believe. ഞാനും വിശ്വസിക്കും. Whatever he believes, അവൻ എന്ത് വിശ്വസിക്കുന്നുവോ I will also accept. ഞാനും അത് അംഗീകരിക്കും. So both of them had the mind that they are going to be blessed by the Lord in a miraculous way. ദൈവത്താൽ അത്ഭുതകരമായി അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് രണ്ടുപേരും ഒരുപോലെ So വിശ്വസിച്ചു. God was pleased with them. ദൈവം അവരിൽ Right പ്രസാദിച്ചു. now, my brother, my sister, പ്രിയപ്പെട്ടവരെ, you also do the same thing. നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യൂ. Oh, there is no happiness at all. ഒരു സന്തോഷവുമില്ല, There is no joy at all. ആനന്ദമേ ഇല്ല. All the time we are shouting at each other, fighting with each other. എപ്പോഴും പരസ്പരം കലഹിക്കുകയും എപ്പോഴും വഴക്കിടുകയും ചെയ്യുന്നു. Our children are not at all studying. മക്കൾ പഠിക്കുന്നേയില്ല. We cannot have a peaceful life. ജീവിതത്തിൽ സമാധാനമേ ഇല്ല. And all these things may be bothering you. ഈ വക നിങ്ങളെ അലട്ടുന്നുവോ? But believe God. ദൈവത്തിൽ വിശ്വസിക്കൂ. As Abraham and Sarah believed, അബ്രാം സാറ വിശ്വസിച്ചതുപോലെ believe വിശ്വസിക്കൂ. the promise of God. വാഗ്ദത്തത്തിൽ വിശ്വസിക്കൂ. And get strengthened in your faith. വിശ്വാസത്തെ ശക്തീകരിക്കൂ. Get strengthened in your faith. വിശ്വാസത്തിൽ ബലപ്പെടൂ. And give glory to the Lord. ദൈവത്തിന് മഹത്വം കൊടുക്കൂ. My God is a great God. എന്റെ ദൈവം മഹാനാണ്. I am expecting great wonder. അതിശയങ്ങളെ ഞാൻ പ്രതീക്ഷിക്കുന്നു. Now I say I don't have a job, എനിക്ക് ജോലിയില്ല എന്ന് ഞാൻ പറയുന്നു. but I believe that God can do a miracle in my life. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hebrews 11:6. If you read, എബ്രായർ 11:6 വായിക്കുമ്പോൾ it says, പറയുന്നു, He who comes to God must believe that He is a rewarder of those who diligently seek Him. ദൈവം തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. You also seek Him diligently, my brother, my sister, and my young people. നിങ്ങളും ദൈവത്തെ ഉത്സാഹത്തോടെ അന്വേഷിക്കൂ, പ്രിയപ്പെട്ടവരെ. Without faith, without that hope, you cannot receive a blessing. സഹോദരി സഹോദരന്മാരെ, വിശ്വാസം കൂടാതെ പ്രത്യാശയില്ലാതെ അനുഗ്രഹം ലഭിക്കുകയില്ല. But John 11:40 says, യോഹന്നാൻ 11:40 പറയുന്നു, if you believe, വിശ്വസിച്ചാൽ you shall see the glory of God. നീ ദൈവത്തിന്റെ മഹത്വം കാണും. And if you read Ephesians chapter 3 verse 20, എഫേസ്യർ 3:20 വായിക്കുമ്പോൾ how the Lord will bless you. എങ്ങനെ ദൈവം നിന്നെ അനുഗ്രഹിക്കും? He will bless you in an abundant way. സമൃദ്ധിയായി അനുഗ്രഹിക്കും. See the life of Abraham and Sarah. അബ്രാം സാറ ജീവിതം നോക്കൂ. They believed. അവർ വിശ്വസിച്ചു. They believed അവർ വിശ്വസിച്ചു, and received blessing. അനുഗ്രഹവും പ്രാപിച്ചു. Hallelujah. Hallelujah. Likewise, my brother, my sister. അതേ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, Not only receiving a child. കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത് മാത്രമല്ല, Today, ഇന്ന് you can receive as many blessings as you need in your life. നിനക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് പ്രാപിക്കാം. God shall supply all your needs. ദൈവം നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റും. Tell the Lord. ദൈവത്തോട് പറയൂ, You will supply all my needs. എന്റെ ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റും. Father, I believe it. പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു. Nothing is impossible to you, O Father. പിതാവേ, നിനക്ക് അസാധ്യമായതൊന്നുമില്ല. And God will supply in a beautiful way. സുന്ദരമായ വഴിയിൽ ദൈവം എത്തിച്ചു തരും. And we also had financial need in our lives. ഞങ്ങൾക്കും സാമ്പത്തിക ആവശ്യം ജീവിതത്തിലുണ്ടായി. When we got married, വിവാഹ സമയത്ത് my husband's salary was very low. ഭർത്താവിന്റെ ശമ്പളം വളരെ തുച്ഛമായിരുന്നു. We could not manage the whole month. ഒരു മാസത്തിനത് തികഞ്ഞിരുന്നില്ല. You know what we did? ഞങ്ങൾ എന്ത് We ചെയ്തുവെന്നോ? are relying upon God. ദൈവത്തെ തന്നെ ആശ്രയിച്ചു. In the midst of all our difficulties, ഞങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിലും we will pay all the tithe. ഞങ്ങൾ ദശാംശം കൊടുത്തിരുന്നു.
Firstly, take away the money we have to give to God. ദൈവത്തിന്റെ ഓഹരി ആദ്യം മാറ്റിവെക്കും. But then we'll keep the money in the hands of God. ബാക്കി പണം ഞങ്ങൾ ദൈവകരങ്ങളിൽ കൊടുക്കും. God, you have to supply all our needs. ദൈവമേ, ആവശ്യങ്ങളെല്ലാം നീ തന്നെ പൂർത്തീകരിക്കണമേ. And to our surprise, God blessed us in an abundant measure. അളവറ്റ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ അതിശയിപ്പിച്ചു. He gave us a big, beautiful house. സുന്ദരമായ വലിയൊരു ഭവനം ഞങ്ങൾക്ക് തന്നു. Beautiful car. സുന്ദരമായ കാർ. So many blessings. അനേക അനുഗ്രഹങ്ങൾ. The person who had no saris, or only few saris, വളരെ കുറച്ച് സാരിയുള്ളവൾ started supplying saris to other ladies. മറ്റുള്ള സ്ത്രീകൾക്ക് സാരി കൊടുക്കുവാൻ തുടങ്ങി. Yes, God gave me grace. അതേ, ദൈവം എനിക്ക് കൃപ തന്നു. I was having only 3 saris. 3 സാരി മാത്രമേ But ഉണ്ടായിരുന്നുള്ളൂ. God blessed me abundantly. ദൈവം ധാരാളമായി എന്നെ അനുഗ്രഹിച്ചു. And I was able to give to the poor people saris after saris. ഞാൻ ദരിദ്രർക്ക് സാരികൾ കൊടുത്തു തുടങ്ങി. In the same way, my precious brothers and sisters, ഇതേ രീതിയിൽ പ്രിയപ്പെട്ടവരെ, whatever is your need, നിങ്ങളുടെ ആവശ്യം just എന്തായാലും believe വിശ്വസിക്കൂ. that God can supply all your need. ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നൽകി തരും. And you may say, oh, I can't have a child. എനിക്കൊരു കുഞ്ഞു ജനിക്കില്ല എന്ന് നീ പറയുന്നു. The doctors may tell you like that. ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിരിക്കാം. Oh, you may say, I can't have a job. എനിക്കൊരു ജോലി കിട്ടില്ല എന്ന് പറയുന്നുവോ? But the Lord says, എന്നാൽ കർത്താവ് no, പറയുന്നു, my son, ഇല്ല മകനെ, no, my daughter. ഇല്ല മകളെ, It is there. അതുണ്ട്, It is available to you. നിനക്കത് ലഭ്യമാണ്. I am God Almighty. ഞാൻ സർവശക്തനാണ്. If you believe me, എന്നിൽ വിശ്വസിക്കൂ. like Abraham and Sarah, അബ്രഹാമിനെ പോലെ I can supply all your നിന്റെ needs. ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റും. Whatever may be your need today, നിന്റെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും just ask me. എന്നോട് ചോദിപ്പിൻ. Ask and it shall be given to you. ചോദിക്കുവിൻ, നിനക്ക് ലഭിച്ചിരിക്കുന്നു. Claim that promise. അവകാശപ്പെടൂ. Father, പിതാവേ, you promised me, you must ask me. നീ പറയുന്നു ചോദിക്കുവെന്ന്. ഞാൻ ചോദിക്കുന്നു. If I ask, you will supply all my needs. ഞാൻ ചോദിക്കുമ്പോൾ നീ എല്ലാം തരുന്നു. I am asking you, Father. ഞാൻ ചോദിക്കുന്നു പിതാവേ. I am asking you. ഞാൻ ചോദിക്കുന്നു. My precious brothers and എന്റെ sisters, സഹോദരി സഹോദരന്മാരെ, now is the time to ask ഇത് God. ചോദിപ്പാനുള്ള സമയമാണ്. Whatever may be your problem, നിന്റെ വിഷയങ്ങൾ എന്ത് തന്നെ ആയാലും, whatever may be your need, നിന്റെ ആവശ്യങ്ങൾ എന്താണെങ്കിലും, maybe a child, ഒരു കുഞ്ഞായിരിക്കാം, maybe a job, ജോലിയായിരിക്കാം, maybe peace in your family life, കുടുംബജീവിതത്തിൽ സമാധാനമാണോ, maybe you are under debts, കടഭാരമായിരിക്കാം, you want to be delivered out of it. അതിൽ നിന്നും വിടുതലെടുക്കണം. Everything, എല്ലാറ്റിലും, everything, എല്ലാറ്റിലും, every minute thing. ചെറിയ കാര്യത്തിലും If you believe God, ദൈവത്തിൽ വിശ്വസിച്ചാൽ you can receive it right now. ഇപ്പോൾ തന്നെ പ്രാപിക്കാം. You can receive it right now. ഇപ്പോൾ തന്നെ പ്രാപിക്കാം. Now we are going to cry in the presence of God. ദൈവസന്നിധിയിൽ കരയാം. Kneel down. മുട്ടുമടക്കൂ. Kneel down. മുട്ടുമടക്കൂ. And believe. വിശ്വസിക്കൂ. Believe. വിശ്വസിക്കൂ. You are going to receive it. നീ അത് പ്രാപിക്കും. How Abraham and Sarah believed. എങ്ങനെ അബ്രഹാം വിശ്വസിച്ചുവോ? When they were very old, വൃദ്ധരായിരുന്നപ്പോൾ they received God's anointing അഭിഷേകം പ്രാപിച്ചു, and blessing. അനുഗ്രഹവും. And their generation also was blessed. അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടു. In the same way. ഈ രീതിയിൽ, In the same way. ഈ രീതിയിൽ Now we are going to receive. നമുക്കിപ്പോൾ പ്രാപിക്കാം. Shall we all kneel down മുട്ടുമടക്കൂ. and cry unto the Lord? ദൈവത്തോട് കരയൂ. The Lord wants to hear your cry ദൈവം നിന്റെ നിലവിളി and കേൾക്കും. supply your need right now. എല്ലാ ആവശ്യങ്ങളും നൽകും. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious Heavenly Father, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, what a great God you are. നീ എത്രയോ മഹാനാണ്. You can supply all our need. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ തരും. Whatever may be the need of your children, നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും you want to supply your need to every one of your children. എല്ലാവരുടെ ആവശ്യങ്ങളും നൽകി കൊടുക്കണമേ. Father, fill their hearts with your belief. പിതാവേ, അവരുടെ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകട്ടെ. Let them believe you. അവർ നിന്നിൽ വിശ്വസിക്കട്ടെ. You said if you believe, you shall see the glory of God. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. Let them see the glory of God. ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. Lord, put that kind of belief in their hearts right now. ആ ഒരു വിശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ വരട്ടെ. Those who do not believe, വിശ്വസിക്കാത്തവരുടെ change their hearts, Father. ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ. Change their hearts. ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകട്ടെ. Change their hard hearts. കഠിന ഹൃദയം മാറട്ടെ. And give them that belief വിശ്വാസം നൽകണമേ. that God can supply all my needs. അവൻ എന്റെ ആവശ്യങ്ങളെല്ലാം നൽകി തരും. Father, പിതാവേ, touch your എന്റെ children. മക്കളെ തൊടയണമേ. Those who do not have children, മക്കളില്ലാത്തവർക്ക്
As you touched the womb of Sarah, സാറായെ തൊട്ടതുപോലെ even though she could not get a child അവൾ മക്കളില്ലാത്തവളായിരുന്നിട്ടും because of her old age, വാർദ്ധക്യത്താൽ you made it possible. നീ സാധിപ്പിച്ചു. You made it possible സാധിപ്പിച്ചു. because you loved നീ them. അവരെ സ്നേഹിച്ചതിനാൽ. Because you loved them. നീ അവരെ സ്നേഹിച്ചതിനാൽ. The same way, Father, അതേ രീതിയിൽ you പിതാവേ, love your children. നിന്റെ മക്കളെയും സ്നേഹിക്കൂ. Those who are praying, പ്രാർത്ഥിക്കുന്നവരെ Father, പിതാവേ, Father, പിതാവേ, help me also in the same way. എന്നെയും സഹായിക്കണമേ. Your children are crying. നിന്റെ മക്കൾ നിലവിളിക്കുന്നു. Hear the cry. നിലവിളി കേൾക്കണമേ. Hear their cry right now. ഇപ്പോൾ തന്നെ കേൾക്കണമേ. Take away all their agony from their lives. എല്ലാ യാതനകളും എടുത്തു മാറ്റണമേ. Whatever may be their need, oh Father, അവരുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും supply the need right now. അവർക്ക് എത്തിച്ചു കൊടുക്കണമേ. As you believed that Abraham and Sarah will follow you all the time, remembering your promise, അബ്രാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഓർത്തതുപോലെ അവർ നിന്നിൽ വിശ്വസിച്ചതുപോലെ നിന്റെ മക്കളെയും നീ ഓർക്കണമേ. in the same way, ഇതേ രീതിയിൽ give all the children who are hearing this message, hearing this program, and let them also have the same belief, Father. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും അതേ വിശ്വാസം വരുമാറാകട്ടെ. Give them your grace right now. അവർക്ക് നിന്റെ കൃപ പകരൂ. Let them believe. അവർ വിശ്വസിക്കട്ടെ. Let them put the complete belief upon your word, നിന്റെ വചനത്തിൽ വിശ്വാസമിടട്ടെ. your promise. നിന്റെ വാഗ്ദത്തങ്ങൾ Father, പിതാവേ, honor their promise. വാഗ്ദാനങ്ങളെ മാനിക്കണമേ. Honor your promise. നിന്റെ വാഗ്ദാനത്തെ മാനിക്കണമേ. And those who believe the promise, വാഗ്ദാനം വിശ്വസിക്കുന്നവരെ from nothing God can create everything. ഒന്നുമില്ലായ്മയിലും സൃഷ്ടിക്കും. In the same ഇതേ way, രീതിയിൽ bless your children. നിന്റെ മക്കളെ Let അനുഗ്രഹിക്കും. your blessing come upon them. നിന്റെ അനുഗ്രഹം വരട്ടെ. Those who want healing, സൗഖ്യം വേണ്ടവർക്ക് touch their body. ശരീരത്തെ തൊടയണമേ. Touch their body. ശരീരത്തെ തൊടയണമേ. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ. Let them be healed. സൗഖ്യം പ്രാപിക്കട്ടെ. Let them receive the healing power of Jesus Christ. യേശുവിന്റെ സൗഖ്യം അവർ പ്രാപിക്കട്ടെ. Let them be healed. സൗഖ്യമാകട്ടെ. Those who want children, മക്കൾ വേണ്ടവർക്ക് let them be provided with children. മക്കളെ കൊടുക്കണമേ. Not a child, Master. ഒരു കുഞ്ഞല്ല. Let them be blessed in an abundant measure. കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. Supply every need, every need. എല്ലാ ആവശ്യങ്ങളും. Every need your children are crying. എല്ലാ ആവശ്യങ്ങളും. Supply every need. എല്ലാ ആവശ്യങ്ങളും. Let them receive your blessing. നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. And let them honor your name. എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തട്ടെ. Let every one of them honor your name, Father. എല്ലാവരും നിന്നെ മഹത്വപ്പെടുത്തട്ടെ. Bless their family lives. അവരുടെ കുടുംബ ജീവിതത്തെ Let them അനുഗ്രഹിക്കും. have peace സമാധാനം പകരൂ. and joy. സന്തോഷം പകരൂ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. My beloved brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, now is the time to receive God's blessing. ദൈവാനുഗ്രഹം പ്രാപിപ്പാനുള്ള സമയമാണിത്. Do you believe like Abraham and Sarah? നീ വിശ്വസിക്കുന്നുവോ അബ്രഹാം സാറയെ പോലെ? Whatever is your need, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, this is the time to receive. ഇപ്പോൾ പ്രാപിക്കുക. Just believe. വിശ്വസിക്കൂ. Your God is a great God. നിന്റെ ദൈവം വലിയവനാണ്. From nothing he can create everything. ഒന്നുമില്ലായ്മയിലും അവനെല്ലാം പ്രവർത്തിക്കും. You may say it is not നീ there. പറയുന്നുവോ അതില്ല. Oh, I can't get a ഓ, promotion. എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടില്ല. I can't get a child. എനിക്കൊരു കുട്ടി ലഭിക്കില്ല. All those things may bothering you. ഈ കാര്യങ്ങൾ നിന്നെ അലട്ടുന്നുവോ? But believe. വിശ്വസിക്കൂ. Believe. വിശ്വസിക്കൂ. Just believe. വിശ്വസിക്കൂ. My God can supply all my needs. എന്റെ ദൈവം എന്റെ ആവശ്യങ്ങൾ If you നിറവേറ്റും. believe, വിശ്വസിച്ചാൽ, if you നീ believe, വിശ്വസിച്ചാൽ you shall see the glory of God. നീ ദൈവത്തിന്റെ മഹത്വം The Lord കാണും. is here. കർത്താവ് ഇവിടുണ്ട്. The Lord is here. കർത്താവ് ഇവിടുണ്ട്. As he blessed Abraham and Sarah, അബ്രാഹാം അനുഗ്രഹിച്ച പോലെ he is going to bless you also. ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. Right now. ഇപ്പോൾ തന്നെ. Right now. ഇപ്പോൾ തന്നെ Receive God's blessing. അനുഗ്രഹിക്കപ്പെടൂ. Expect a miracle. ഒരു അത്ഭുതം പ്രതീക്ഷിക്കൂ.